അനുപമ പരമേശ്വരൻ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് 2 വർഷക്കാലത്തോളം വല്ലാത്തൊരു സ്റ്റേജിൽ ജീവിക്കേണ്ടി വന്നൊരു കുട്ടി. ഇപ്പൊ അനുപമ തന്നെ പറയുന്നുണ്ട്, കരഞ്ഞ് കരഞ്ഞ് കണ്ണീർ ഗ്രന്ഥി താഴ്ന്നു, എന്നിട്ട് അത് സർജറി വരെ ചെയ്ത് റെഡിയാക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഏതറ്റം വരെ എത്തിയ കാര്യങ്ങള്. അനുപമ എടുത്തു പറയുന്നുണ്ട്, ഒരു നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പ് ആയിരുന്നു അതെന്ന്. ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചൊരു സ്റ്റേജാണ്. സ്വന്തമായ ആഗ്രഹങ്ങൾക്കോ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ യാതൊരു വിലയും അവിടെ പ്രതീക്ഷിക്കേണ്ട. പാർട്ട്ണർ പറയുന്നത് ചെയ്യണം. ഇടുന്ന ഡ്രസ്സ് മുതൽ എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ പറയണം, ഇതൊക്കെ പാർട്ട്ണർ പറയുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ഒരു പാവയെ പോലെ ജീവിക്കേണ്ടി വരും. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റക്കായി പോകും. വേറൊരാൾ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഫോഴ്സ്ഫുള്ളി. അതുകൂടി ആലോചിക്കണം. ഫോഴ്സ്ഫുള്ളി ഇതേ ചെയ്യാൻ പാടൂ അതേ ചെയ്യാൻ പാടൂ എന്നൊക്കെ പറയുമ്പോൾ എക്സ്ട്രീം ടോക്സിക് ആയി അത്. പിന്നെ എപ്പോഴും ലേഡീസിനെയാണ് ആളുകൾ ഒരു തേപ്പുകാരി അല്ലെങ്കിൽ തേപ്പൊക്കെ ആയിട്ട് പോർട്രേറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ ഇമോഷനാണ് അൾട്ടിമേറ്റ്. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അവിടെ ജെൻഡറിനെ വെച്ചിട്ട് നമുക്ക് അളക്കാനൊന്നും പറ്റില്ല. പിന്നെ അനുപമ എവിടെയും ഇതിന്റെ പേരെടുത്തിട്ട് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ധ്രുവ് വിക്രമായിട്ട് ആളുകളൊക്കെ കണക്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അനുപമ അങ്ങനെ പേരെടുത്തിട്ട് എവിടെയും പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അത്ര ഡീപ്പായിട്ട് പറയുന്നില്ല. പക്ഷെ ധ്രുവ് കുറെ ആയിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊന്നും ആക്റ്റീവ് അല്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ഈ അടുത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് വളരെ ദേഷ്യം കൂടുതലാണ്, അത് ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനൊരു പഴഞ്ചനായ വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതുകൂടി ആയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ സംഭവം കണക്ട് ചെയ്ത് വേറെ രീതിയിലേക്കൊക്കെ ഊഹാഭോഹങ്ങൾ പോകുന്നുണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് ചർച്ച. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഊഹിക്കുന്ന പരിപാടിയൊന്നും ശരിയല്ല. അനുപമയ്ക്ക് എന്താന്ന് വെച്ചാൽ, അനുപമയ്ക്ക് സ്വന്തമായിട്ടൊന്നും തീരുമാനം എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സ്റ്റേജിലേക്ക് ആ കുട്ടി പോയി. റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 1-2 മാസം കൊണ്ട് തന്നെ ഫാമിലിനെ പരിചയപ്പെടുത്തുന്നു. 1 മാസം കൂടി കഴിയുമ്പോഴേക്ക് വിവാഹ നിശ്ചയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വളരെ ക്വിക്ക് ആക്ഷനാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അങ്ങനെ ഒരു ആക്ഷൻ വരുമ്പോൾ ഒരു പേടി തോന്നും. കാരണം അടുത്തറിയാനുള്ളൊരു സമയമെങ്കിലും വേണം. 3 മാസം എന്നൊക്കെ പറയുന്നത് കുട്ടികളിയല്ലല്ലോ. വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. 2 പേര് ഒരുമിച്ചൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ സ്റ്റേജായി. അപ്പം അതൊന്നും ആലോചിച്ച് തീരുമാനം എടുക്കാനുള്ള ഗ്യാപ്പ് പോലും കിട്ടിയില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ എങ്ങനെയോ സ്കിപ്പായി പോയി അവസാനം ആ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തത് എന്തുകൊണ്ടും ബെറ്ററായി. കാരണം അവരുടെ ഉദ്ദേശം ആക്ടിങ് തന്നെ നിർത്തുക എന്നുള്ളതായിരുന്നു. ഒരു ആക്ട്രസിനെ സംബന്ധിച്ചിടത്തോളം കരിയർ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക, അതൊരു കല്യാണത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും. കാരണം അത്രയും പാഷൻ ഉള്ളിൽ കൊണ്ട് നടന്നിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് എല്ലാവരും വരുന്നത്. അത് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. എന്തായാലും അങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിട്ട് ധൈര്യത്തോടെ ഇപ്പോൾ മുന്നോട്ട് വന്നത് വളരെ നന്നായി. ഒരു പക്ഷെ ആ വിവാഹം നടന്ന് അവസാനം ഡിവോഴ്സിലേക്ക് പോകുമായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? അപ്പോൾ ഇതിലും കൂടുതൽ പ്രശ്നങ്ങളും ഇതിലും കൂടുതൽ പെയിനും അനുഭവിക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ അനുപമയുടെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണക്കാരാണെങ്കിലും എല്ലാവരുടെ ലൈഫിലും ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് വരുമ്പോൾ സൂക്ഷിക്കുക, ധൈര്യമായിട്ട് ഫേസ് ചെയ്യുക. വളരെ സെൻസിറ്റീവായ വ്യക്തികളൊക്കെ ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അതോടുകൂടി കയ്യിൽ നിന്ന് പോയി സൂയിസൈഡിലേക്ക് വരെ എത്തുക. അതാണ് ഈ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൻ്റെ വലിയൊരു ചതിക്കുഴി. അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ഓവർ കെയറിങ് ആണ്, അവർ പ്രൊട്ടക്ഷനാണ്, പൊസസീവ്നെസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സത്യത്തിൽ അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. ആ സ്റ്റേജിലേക്ക് എത്തും അവർ. ഈ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതികളുടെ പ്രശ്നമാണ് ഇതൊക്കെ. ഓവർ സ്നേഹമായാലും പ്രശ്നമാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. സംഭവം എല്ലാവരും റിലേഷൻഷിപ്പൊക്കെ എൻജോയ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അത് ടോക്സിക് ആവുമ്പോൾ, അതിര് കടക്കുമ്പോൾ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോകുന്നത്. ഒറ്റയടിക്കൊന്നും നിർത്തി പോവാനും കഴിയില്ല. കാരണം ഈ പാർട്ട്നേഴ്സിൽ ഒരാൾ എപ്പോഴും ഒന്ന് താഴ്ന്നു കൊടുക്കും. ആ ബന്ധം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷമിച്ചും പുറത്തും പരമാവധി നിന്നു നോക്കും. അതിന്റെ അവസാനം മറ്റത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് പലരും അത് ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. അതുവരെ അതിങ്ങനെ കൊണ്ടുപോകും. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. ഇമോഷൻസിന് പിന്നെ മെയിലെന്നോ ഫീമെയിലോ ഒന്നും ഇല്ല. അത് അനുഭവിക്കുന്ന പെയിന്, ഇത് അനുഭവിച്ചവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് അനുഭവിച്ചവർ ഒരുപാട് പേരുണ്ടാവും. പാർട്ട്ണറുടെ ഇഷ്ടത്തിന് ജീവിക്കണം. എന്തായാലും നല്ലൊരു ആക്ട്രസ്സാണ്. കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് വരട്ടെ. നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ.